നമസ്കാരം. ഇന്ന് ജനകേന്ദ്രത്തെ പറ്റി തൽക്കാലം പറഞ്ഞു നിർത്താനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില പോയിന്റുകളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ജനകേന്ദ്രം ആസൂത്രണം ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി നന്മകൾ, അത് ഇന്ന് മാത്രമല്ല ഭാവിയിൽ വരാൻ പോകുന്ന സാധ്യതകൾ, അതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന നന്മകൾ, അതിലൂടെ ജനങ്ങളുടെ ജീവിതം മുഴുവൻ ഐശ്വര്യപൂർണ്ണമാക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് അത് പ്ലാൻ ചെയ്ത് വേണം തുടങ്ങാൻ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ ഓഫീസ്, എല്ലാവർക്കും വാസയോഗ്യമായ സ്ഥലത്ത് പാർപ്പിടം, സ്കൂള്, പിന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജനകേന്ദ്രത്തിൻ്റേതായ കൃഷി കമ്പനിയും ജനകേന്ദ്രം അടുക്കളയുമാണ്. ഇനിയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മളൊന്ന് ഓർത്തിരിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ജനകേന്ദ്രം പ്ലാൻ ചെയ്യുമ്പോൾ റോഡിൽ നിന്നും ജനകേന്ദ്രത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം അവിടെ ജനകേന്ദ്രത്തിൻ്റെ ഓഫീസ് ഉണ്ടാകണം. എന്ന് വിളിച്ചാൽ അവിടെ അനേകം ജോലിക്കാരും ഒന്നും ആവശ്യമില്ല. കാരണം വളരെ ചെറുതാണ് ജനകേന്ദ്രങ്ങൾ. ജനങ്ങളെല്ലാം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യങ്ങൾ പൊതുവെ നടത്തുന്നതും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ജനകേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആയതുകൊണ്ട് വളരെ കുറച്ച് ജോലിക്കാർ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പെട്ടെന്ന് എന്തോ ഭയങ്കര സംഭവമാണ് ഞാനിന്ന് തോന്നിക്കുന്ന പേരുകളിലൊന്നും ജോലിക്കാർ വേണ്ട. അവിടുത്തെ തീരുമാനങ്ങൾ റെക്കോർഡാക്കാനും അത് അത്യാവശ്യം വേണ്ട രേഖകളൊക്കെ തയ്യാറാക്കാനും വേണ്ടിയുള്ള ആളുകളാണ് പ്രധാനമായിട്ടും അവിടെ വേണ്ടത്. പിന്നെ അതോടൊപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ബാങ്കുകളിൽ ജനങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള അക്കൗണ്ട് കൊടുക്കരുത്, അതിന് പകരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വേണം അക്കൗണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞു. അതിന് അന്ന് പറഞ്ഞത് എല്ലാ പഞ്ചായത്തുകളിലും അതിനായി ഒരു റൂം, പഞ്ചായത്ത് ഓഫീസിൽ ഒരു റൂം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതൊന്നും ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പഞ്ചായത്തല്ല, ജനകേന്ദ്രങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസ് വേണം. അതുപോലെ തന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പറഞ്ഞ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് പോലെ തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം റിസർവ് ബാങ്ക് ഓരോ അക്കൗണ്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, അതായത് BSNL പിരിച്ചുവിട്ട് അതിന് പകരം വളരെ ഒരു കാര്യക്ഷമമായ ഒരു കമ്പനി രൂപീകരിക്കുകയും അതിൻ്റെ റേഞ്ച് എല്ലാ ജനകേന്ദ്രം തന്നെ ഉറപ്പാക്കുകയും വേണം. എന്ന് മാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അക്കൗണ്ട് മുഴുവൻ മനുഷ്യർക്കും ജനിക്കുമ്പോൾ മുതൽ ഒരു അക്കൗണ്ട് നൽകണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ BSNLന് പകരം ഉണ്ടാക്കുന്ന ഈ കമ്പനിയിൽ മുഴുവൻ ഇന്ത്യക്കാർക്കും ജനിക്കുമ്പോൾ മുതൽ ഒരു ഫോൺ നമ്പർ നൽകുകയും വേണം. ആ നമ്പർ ഇടയ്ക്ക് വെച്ച് മാറാനും പാടില്ല. ഇന്ന് നമ്മൾ പല കമ്പനികൾ ജനങ്ങൾക്ക് ഫോൺ നമ്പരും കൊടുക്കുന്ന വഴി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് മാത്രമല്ല, അവർ അനാവശ്യമായ പണം കൂട്ടി അനാവശ്യമായ പരസ്യങ്ങളും ഒക്കെ കൊടുത്ത് ജനങ്ങളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്പർ ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, കാരണം ഒത്തിരി നമ്പറുകൾ കൊണ്ടു നടക്കാൻ സാധിക്കില്ല, അപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം ചാർജ് ചെയ്ത് വെറുതെ പണം കൊള്ളേണ്ടി വരും. അപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതേ ആ നമ്പർ തന്നെ മറ്റൊരാൾ കൊടുക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പം ആദ്യത്തെ ആളെ വിളിക്കുമ്പോഴെല്ലാം ഫോൺ ലഭിക്കുന്നത് മറ്റൊരാൾക്ക്. അതുപോലെ ഇങ്ങനെ ഒത്തിരി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് വരുന്നു, ഒത്തിരി സാമ്പത്തിക ഭാരം വരുന്നു. ഈ കമ്പനികളിലൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഇതെല്ലാം അനുഭവിച്ച് മറ്റ് കമ്പനികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ BSNLന് പകരം രൂപീകരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ അത് രാജ്യത്തിൻ്റേതായിരിക്കണം. അവിടെ മുഴുവൻ ജനങ്ങൾക്കും ജനിക്കുമ്പോൾ മുതൽ ഫോൺ നമ്പർ കൊടുക്കുകയും വേണം. അതിന് എല്ലാ ജനകേന്ദ്രത്തിനും റേഞ്ച് ഉണ്ട് എന്ന് ആ ജനകേന്ദ്രം തന്നെ ഉറപ്പാക്കുകയും ചെയ്യണം. അതൊരു വലിയൊരു സ്വാതന്ത്ര്യമായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ വളരെ കുറഞ്ഞ അവിടെ റേഞ്ച് ഉറപ്പാക്കുന്ന ജനകേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് വലിയ ചാർജൊന്നും ജനങ്ങൾ ഈടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ചെറിയ ചാർജിൽ ആളുകൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും.
അവർ ആവശ്യം വരുമ്പോൾ കുറച്ച് ചാർജ് ചെയ്തിരുന്നു. അതവർക്ക് ഫോൺ ഉപയോഗിച്ചോ നെറ്റ് ഉപയോഗിക്കാനോ ഒക്കെ ഒക്കെ സാധ്യമാവുകയും ചെയ്യണം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സൗകര്യം അതിനോട് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സംവിധാനവും കൂടെ കൂട്ടിച്ചേർത്ത് അതിലെ സാമ്പത്തിക ഇടപാടുകൾ റിസർവ് ബാങ്കിലേക്ക് മാറ്റുകയും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളെല്ലാം ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസ് ജനകേന്ദ്രങ്ങളിൽ സ്ഥാപിക്കണം. പിന്നെ ഈ ജനകേന്ദ്രം ഓഫീസിൽ നിന്നും റോഡ് വെട്ടി ഏറ്റവും ജനവാസയോഗ്യമായ പ്രദേശത്തേക്ക് റോഡ് വെട്ടി അത് പല ഭാഗങ്ങളിലേക്ക് റോഡ് വെട്ടി അതിൻ്റെ ഇരുവശങ്ങളിലുമായിരിക്കണം വീടുകളെല്ലാം. എല്ലാ വീട്ടിലേക്കും റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ ഒപ്പം തന്നെ ഈ കേന്ദ്രത്തിലെ മുഴുവൻ ആളുകൾക്കും എപ്പോഴും ജലം ലഭിക്കുന്നതിന് വേണ്ടി, അത് സുരക്ഷിതമായ ശുദ്ധമായ ജലം ലഭിക്കുന്നതിന് വേണ്ടി മഴക്കാലത്ത് മഴവെള്ളം സംഭരിച്ചിടാനുള്ള സംവിധാനവും ഈ ജനകേന്ദ്രം തന്നെ ഒരുക്കണം. അത് ഒന്നുകിൽ ഒരിടത്ത് തന്നെ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് മഴവെള്ളം മണ്ണിലേക്ക് സംഭരിച്ച് 365 ദിവസവും ശുദ്ധജല ലഭ്യതയോടെ ഉറപ്പാക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നീട് പറഞ്ഞ സ്കൂളിൻ്റെ കാര്യമാണ്. ഈ സ്കൂളിനോടൊപ്പം തന്നെ അവിടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് പാർക്ക്, പേരെന്തെങ്കിലും ആകാം, അങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കുകയും അവിടെ ഇന്നത്തെ നമുക്ക് ഡേ കെയറുകൾ പോലെ പല സ്ഥലങ്ങളിലും പലരും നടത്തുന്ന അവിടുത്തെ ആളുകളുടെ യോഗ്യത പോലും നമുക്കറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഡേ കെയറുകളെല്ലാം നിർത്തലാക്കി ഒരു ജനകേന്ദ്രത്തിലെ കൊച്ചുകുട്ടികളെ, സ്കൂളിൽ പോകാറാവുന്ന കൊച്ചുകുട്ടികളെ മുഴുവനും കൊണ്ടുവിടേണ്ടിയ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാകണം. അവിടെ 5 വയസ്സ് വരെ കുട്ടികൾ അവരുടെ പ്രായമനുസരിച്ചുള്ള കളികളിൽ ഏർപ്പെട്ടും എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടിയോ എല്ലാം സമയം ചെലവഴിക്കുകയും അവിടെ തന്നെ ഈ അമ്മമാർക്കും ഗർഭിണികൾക്കും കൂടിച്ചേരാനുള്ള ഒരു സംവിധാനവും ഒരുക്കണം. അത് ഈ കുട്ടികളുടെ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യവും, അതുപോലെ ഒരു സ്ത്രീകളുടെയും കുടുംബങ്ങളുടെ തന്നെ മാനസികാരോഗ്യം വളർത്താൻ ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ഇന്ന് നമ്മൾ പറയുന്നത് ജനകേന്ദ്രത്തിന് ആശുപത്രി വേണമെന്ന്. ആശുപത്രിയല്ല, ഒരാരോഗ്യ കേന്ദ്രം വേണം. അവിടെ നമ്മൾക്കറിയാം, ഇപ്പോൾ ഈ ജനകേന്ദ്രം അടുക്കളയിൽ ഡയറ്റീഷ്യനുണ്ട്, അവിടെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും. ബാക്കി ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ എല്ലാം, അതായത് ഈ ചിൽഡ്രൻസ് പാർക്കിലുള്ളവർ ശിശുക്കളുടെ ആരോഗ്യ കാര്യങ്ങൾ അവിടെ നോക്കണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങൾ സ്കൂളിൽ തന്നെ നോക്കണം. ബാക്കിയുള്ളവരുടെ എല്ലാ ആരോഗ്യ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് എങ്ങനെ ജീവിക്കണം, അവരുടെ ജീവിതശൈലി എങ്ങനെയാക്കണം, അവർ ഭക്ഷണം എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, വ്യായാമങ്ങൾ എങ്ങനെയായിരിക്കണം, എന്നിട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ അതിന് കൃത്യമായ പരിശോധന നടത്താനുള്ള സംവിധാനവും ഇല്ലാണ്ട് കൂടിച്ചേർത്ത ഒരു ആരോഗ്യ കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും നല്ല പരിശോധനാ സംവിധാനം ഓരോ ജനകേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം പണം ജനങ്ങൾ നികുതിയായിട്ട് കൊടുക്കുന്നു. അത് ഉപയോഗിച്ച് അവിടെ നല്ല പരിശോധനാ കേന്ദ്രങ്ങളും പരിശോധനാ സംവിധാനവും ഒരുക്കണം. അങ്ങനെ അവിടെ ഒരു ആരോഗ്യ കേന്ദ്രം, അതിനപ്പുറത്തേക്ക് എല്ലാ ജില്ലയിലും ആ ജില്ലയിലെ മുഴുവൻ ജനകേന്ദ്രങ്ങളിലെ ആൾക്കാർക്കും അവരുടെ ജനകേന്ദ്രത്തിനുള്ളിൽ സംരക്ഷിക്കാൻ പറ്റാത്ത ആരോഗ്യ കാര്യങ്ങൾ, നോക്കാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഹെൽത്ത് ഹബ്ബ് തന്നെ ഓരോ ജില്ലയിലുണ്ടാണ്. അവിടെ പച്ചമരുന്ന് കൃഷിയും യോഗ, മറ്റ് ഓപ്പറേഷൻസ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും ഒരു ജില്ലയിലെ മുഴുവൻ ആൾക്കാർക്ക് ഒന്നുകിൽ ജനകേന്ദ്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ജില്ലയിൽ ആവശ്യമായ ആരോഗ്യ പരിപാലനത്തിനും ചികിത്സയും വേണ്ട മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്കൂള്, ഓരോ ജനകേന്ദ്രത്തിൽ സ്കൂൾ വേണം. ആ സ്കൂളിൽ ആ ജനകേന്ദ്രത്തിലെ മുഴുവൻ കുട്ടികളും പഠിക്കണം. ഇനിയിപ്പോൾ തുടക്കത്തിൽ വേറെ കുട്ടികൾ, ചില കാരണവന്മാർക്ക് അവിടെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നമായിട്ട് CBSE സ്കൂളിലൊക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ പോലും അവരെ സ്കൂളിൽ ആ ജനകേന്ദ്രത്തിലെ സ്കൂളിൽ ചേർക്കണം. ആ സ്കൂളിലൂടെ അവരുടെ ആരോഗ്യ കാര്യങ്ങളും മറ്റെല്ലാ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങളും എല്ലാം നോക്കണം. അതിനുശേഷം
മറ്റ് CBSE സ്കൂളിൽ പോയി പുസ്തകങ്ങൾ പഠിക്കണമെങ്കിൽ അവർ പഠിച്ചോട്ടെ എന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ജനങ്ങൾക്ക് മുഴുവൻ ശരിയായ ബോധം ഉണ്ടാകുന്നത് വരെ അങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ അപ്പോഴും കുട്ടികളെല്ലാം സ്കൂളിൽ വരണം. ഇനി ജനകേന്ദ്രത്തിൽ ഒരു സ്കൂളുള്ളതുപോലെ ഒരു ജില്ലയിലൊരു കോളേജ് ഉണ്ടായിരിക്കണം. ആ ജില്ലയിലെ മുഴുവൻ ജനകേന്ദ്രത്തിലെയും കുട്ടികളും 12ാം ക്ലാസ് കഴിഞ്ഞ് ഈ കോളേജിലേക്ക് വരണം. അപ്പോൾ ഇത് വലിയൊരു വിഡ്ഢിത്തമാണെന്ന് പലരും പെട്ടെന്ന് സ്വഭാവമായിട്ടും പെട്ടെന്ന് ചിന്തിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അനേകം സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്. അതെല്ലാം ഓരോ ജില്ലയിലെ കോളേജിൽ നിന്ന് നൽകാൻ സാധിക്കുമോ? അങ്ങനത്തെ കോളേജല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികളെയും ജില്ലയിലെ കോളേജിലേക്ക് ചേർക്കുക. ആ കോളേജിൽ നിന്നും വേണം കുട്ടികൾക്ക് ഇനിയുള്ള ഹയർ സ്റ്റഡീസ് എവിടെ നടത്തണം, ഏത് രാജ്യത്ത് നടത്തണം, ഏത് കോഴ്സ് പഠിക്കണം, അതിനെന്ത് ചെയ്യണം, എങ്ങനെ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ സംഭവിക്കുന്നതിൽ പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് കഷ്ടിച്ച് 12ാം ക്ലാസ് പാസ്സാകുന്നു. അവർ വളരെ നല്ല പഠിക്കാനോ പല മേഖലകളിലും വളരെ കഴിവുള്ളവരാണെങ്കിലും അതിനുള്ള ഒരു സാഹചര്യവും പ്രോത്സാഹനവും സാമ്പത്തിക സപ്പോർട്ടും ഇന്ന് കിട്ടുന്നില്ല. അതേസമയം ഈ കുട്ടികളെ മുഴുവൻ ആ കോളേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ആ കുട്ടികൾക്ക് അവിടുന്ന് വ്യക്തമായ മുഴുവൻ അറിവും കിട്ടും. പഠിക്കാൻ പണമില്ലാത്തവർക്ക് അതിനുള്ള സ്കോളർഷിപ്പുകൾ നമ്മുടെ രാജ്യം തന്നെ, ഇന്ത്യയിലല്ല പുറത്തായാൽ പോലും നമ്മുടെ രാജ്യം തന്നെ നൽകുകയും അവരുടെ യഥാർത്ഥ ടേസ്റ്റ് അനുസരിച്ച് അത് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ പിന്നീട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഓരോ 12ാം ക്ലാസ് കഴിഞ്ഞോ അടുത്ത പഠനത്തിനോ ജോലിക്കോ ഒക്കെ കയറാനുള്ള എൻട്രൻസ് ടെസ്റ്റുകളെല്ലാം നിർത്തലാക്കണം. കോച്ചിങ് എല്ലാം നിർത്തലാക്കണം. അത് വലിയ തിന്മ തന്നെയാണ്. കാരണം അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവുള്ളവരെയല്ല അവിടെ വളർത്തിവിടുന്നത്, പണമുള്ളവരെയാണ് അവിടെ നിന്ന് വളർത്തിവിടുന്നത്. അപ്പോൾ അവരേതൊരു ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ വെറുതെ തത്തമ്മ പഠിക്കുന്നത് പോലെ പഠിച്ച് കാശുള്ളതുകൊണ്ട് പഠിച്ച് ഒരു ടെസ്റ്റിൽ പാസ്സായി ജോലി വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ആത്മാർത്ഥതയും ഉണ്ടാകുകയില്ല, കഴിവും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കാതിരിക്കാൻ എല്ലാമുള്ള മാർഗം ഈ കോളേജുകളാണ്. സ്കൂളിലെ താഴ്ന്ന ക്ലാസ്സിൽ മുതൽ ഓരോ കുട്ടിയുടെയും കഴിവെന്താണെന്ന് വിലയിരുത്തി പോരണം. അത് വെച്ചുകൊണ്ട് കോളേജ് വരുമ്പോൾ അതിന് അവർക്ക് പറ്റുന്ന കോഴ്സുകൾ എവിടെ കിട്ടും, അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്ന് മാത്രമല്ല, ഇന്നിങ്ങനെ മറ്റു സ്ഥാപനങ്ങളിലേക്കുള്ള കോഴ്സുകളിലേക്ക് പറഞ്ഞു വിടുക മാത്രമല്ല, അവിടെ തന്നെ സാധാരണ എല്ലാവരും ഇനി വലിയ ഡിഗ്രിയും PGയും ഒന്നും എടുക്കാനല്ല. അപ്പോൾ പല മേഖലകളിലും അവർക്ക് പഠനങ്ങൾ നൽകണം. അതെല്ലാം ഈ കോളേജുകളിൽ കൊടുത്തു വിടണം. അപ്പോൾ ഒരു മാസത്തെ കോഴ്സ്, സപ്പോസ് വയറിങ്ങിൽ, വെൽഡിങ്ങിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തേക്ക് കോഴ്സ് കൊടുത്തു വിടണം. അപ്പോൾ എല്ലാവർക്കും അവരുടെ കഴിവനുസരിച്ച് പഠനത്തിലും ജോലിയിലും കയറാൻ പറ്റും എന്ന് മാത്രമല്ല, ഇപ്പോൾ പലർക്കും ഈ പാവപ്പെട്ട പല കുട്ടികൾക്കും നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടും കാശില്ലാത്തതുകൊണ്ട് കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉള്ള ധാരാളം പേരുണ്ട്. ആ പ്രശ്നത്തിനും പരിഹാരമാകും. കാരണം ഏത് കഴിവുള്ളവരും എത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരും ഈ കോളേജിൽ വരികയും കോളേജിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും കോളേജിൽ നിന്നും അവരുടെ ഭാവി അവർക്ക് ഏറ്റവും ശരിയായ ഭാവിയിലേക്ക് കയറാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ജനകേന്ദ്രത്തിൽ സ്കൂളും ജില്ലയിലൊരു കോളേജും ഉണ്ടാകണം. ഇനി അവിടെ നിന്ന് ഈ കോളേജിൽ വെച്ച് തന്നെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ വിദേശത്തോ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാൽ നമ്മളിന്ന് ഓൺലൈൻ സ്റ്റഡി ഒത്തിരി നടത്താൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ജില്ലാ കോളേജിൽ തന്നെ വെച്ച് ഇവർക്ക് കുറേ പഠനം നടത്താൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ ജില്ലകളിൽ ഓരോ കോളേജിലും ഓരോ സ്പെഷ്യാലിറ്റി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ എല്ലാ ലൈബ്രറി സൗകര്യങ്ങളും ലബോറട്ടറി സൗകര്യങ്ങളും തയ്യാറാക്കിയാൽ ഈ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാബ് ചെയ്യുമ്പോൾ അതിനുള്ള സംവിധാനമുള്ള കോളേജിൽ പോയി ചെയ്യാം. അങ്ങനെ സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കോഴ്സുകളിൽ അവർക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജനകേന്ദ്രത്തിലൊരു സ്കൂള്, ജില്ലയിലൊരു കോളേജ് അങ്ങനെ ഉണ്ടായിരിക്കണം. ഇനി അവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും
ആരോഗ്യം, അവിടുത്തെ ഈ വായു ശുദ്ധമായിരിക്കാൻ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും. അതിന് നല്ല വായു നന്നായി ശുദ്ധീകരിക്കുന്ന സസ്യങ്ങളുണ്ട്, തണൽ നൽകുന്ന മരങ്ങളുണ്ട്. ഇതൊക്കെ ജനകേന്ദ്രത്തിൻ്റേതായിട്ട് ജനകേന്ദ്രത്തിൽ എല്ലാ ഭാഗത്തും നടുമ്പോൾ രാജ്യം മുഴുവനും ശുദ്ധവായുവും സസ്യങ്ങൾ, ധാരാളം സസ്യങ്ങളുള്ളതിൻ്റെ ഗുണങ്ങളും എല്ലാം ലഭിക്കുകയാണ്. ഇങ്ങനെ ഇനിയും അനേകം കാര്യങ്ങളോടെ അറേഞ്ച് ചെയ്യാറുണ്ട്. എൻ്റെ വെറും ഒരു അഭിപ്രായം അനുസരിച്ചല്ലല്ലോ സ്വാഭാവികമായിട്ടും ഈ ഓരോ ജനകേന്ദ്രം എന്നൊരു സങ്കല്പവും അതിലൂടെ നമുക്ക് വരുത്താൻ പറ്റുന്ന നന്മകളെ പറ്റിയുള്ള ഒരു വ്യാപകമായ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സങ്കല്പം മാത്രം നിങ്ങൾക്ക് തരുന്നതെന്ന് മാത്രം. ഇനി അത് ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് വളരെ നന്മയുണ്ടാകും. ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്കൊരു 30-40 വർഷത്തെ ഒരു പരിവുണ്ട്. അതായത് അന്നു മുതൽ, വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ആളുകൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു 5 കൊല്ലം കൂടി ഈ രീതിയിൽ നമ്മുടെ രാജ്യം പോകുള്ളൂ. അത് കഴിയുമ്പോൾ ജനങ്ങൾ ഇളകും, ഇതെല്ലാം മാറ്റിമറിക്കും, ഇവിടെ ഈ ചൂഷണങ്ങളെല്ലാം ജനങ്ങൾ അവസാനിപ്പിക്കും. ഇന്നുവരെ അത് നടന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 30-40 വർഷത്തോളമായി. അതിൻ്റെ കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അവർ പറയുന്നത് ഇത് ജനങ്ങൾ ഇറങ്ങി ഇതെല്ലാം മാറ്റം വരുത്തും. പക്ഷെ അത് ഞാനല്ല. എനിക്ക് എൻ്റെ കുടുംബകാര്യങ്ങൾ നോക്കാനുണ്ട്, എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കാനുണ്ട്, അതിന് വരുമാനം ഉണ്ടാക്കാനുണ്ട്. എനിക്ക് ആരുടെയും അപ്രീതി നേടാൻ അതുകൊണ്ട് സാധിക്കുകയില്ല, സമയം കളയാനില്ല. മറ്റു മനുഷ്യരെല്ലാവരും കൂടി ഇളകി ഇവിടെ എല്ലാം മാറ്റമൊരുക്കും. അപ്പോൾ എനിക്ക് ഇന്നും സുഖമായിട്ട് ജീവിക്കാം, അന്നും സുഖമായിട്ട് ജീവിക്കാം. ഈ ചിന്തയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക്. മാറ്റം വരണം, പക്ഷേ അതിന് ഞാൻ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ആരും തെരുവിലേക്ക് ഇറങ്ങണമെന്നോ എന്തെങ്കിലും വിപ്ലവങ്ങളോ പ്രക്ഷോഭങ്ങളോ ഉണ്ടാക്കണമെന്നല്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഇത് നല്ലതാണ് എന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ, ഇത് മറ്റു മനുഷ്യരും ഇങ്ങനെ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതി ഇത് ശരിയാണ്, നിങ്ങളതിന് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴിയുന്നിടത്തോളം ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അങ്ങനെ ഈ ആശയം പ്രചരിച്ചിട്ടെങ്കിലും നമ്മുടെ രാജ്യത്തൊരു മാറ്റം വരാൻ നിങ്ങളെ പറ്റുന്നത് ചെയ്യാൻ നിങ്ങളതിനോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.